ഹായ്. ഒരു തുണിക്കട വിഷയത്തിൽ ഞാൻ ഇടപെട്ടതിനെ തുടർന്ന് എനിക്കൊരു കേസ് വന്നിരുന്നു. ആ കേസിന്റെ അപ്ഡേഷൻ ആണെന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇതിനെപ്പറ്റി ഞാൻ ഇൻഡെപ്തിലൊന്നും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ടതിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഒരു ബാലൻസ് ഷീറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷിക്കാനുള്ള വക അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ കുട്ടികൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ശ്രമഫലമായി ആ കുട്ടികൾക്ക് കുറച്ചു പേർക്ക്, എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ചു പേർക്ക് അവരുടെ ശമ്പള കുടിശ്ശികയും പിന്നെ അവരുടെ മൊബൈലും അവരുടെ ബോണ്ട് എഴുതിയ പത്രവും ഒക്കെ കൊടുക്കാനുള്ള കർശന നിർദ്ദേശം കോടതി വക പോയിട്ടുണ്ട്. മാത്രവുമല്ല, അത് വളരെ സക്സസ്ഫുൾ ആയി എന്നറിയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഒരു കൃത്യമായ ഒരു അനലൈസേഷൻ, അവർ എന്നെ കൃത്യമായി നിരീക്ഷിച്ച് ഞാൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ എല്ലാവരോടും പറയാൻ തക്കവണ്ണമുള്ള എന്ത് നല്ല പ്രവൃത്തിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ എനിക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച ഞങ്ങളുടെ വക്കീലിൻ്റെ പേരാണ്. അദ്ദേഹം അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയതിൻ്റെ പേരിലാണ് നമുക്ക് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നിട്ടുള്ളത്. അതിന് ഇപ്പോൾ എന്നെ കോടതി ഹോണർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഐ എം ഓൺലൈൻ ജേർണലിസ്റ്റ് എന്നുള്ളതാണ്. ജേർണലിസം എന്ന് പറയുന്ന ഒരു ഡിഗ്രിയാണ് കേട്ടോ. ആ ഡിഗ്രി ഞാൻ എടുത്തിട്ടില്ല, ബട്ട് കാലങ്ങളായി ഞാൻ മാധ്യമ പ്രവർത്തനത്തിലാണ് ഉള്ളത്. ഞാനൊരു ഡിഗ്രി ഹോൾഡറാണ്, ബട്ട് നോട്ട് ജേർണലിസം. അങ്ങനെ അല്ലെങ്കിൽ പോലും അത് ആ രീതിയിലേക്ക് വരാൻ എനിക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അറിയാലോ, വിവാഹം, ഏർലി മാരേജ്, അതിലൊക്കെ കൂടെ എനിക്കത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രൊഫഷനാണെന്നും ഞാനത് സോഷ്യൽ സർവീസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്യുന്നതാണെന്നും സാമൂഹിക പ്രതിബദ്ധത അങ്ങേയറ്റമുള്ള ഒരു വ്യക്തിയാണെന്നും കോടതി മനസ്സിലാക്കി എനിക്ക് കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് കോടതി തന്നിട്ടുള്ളത്. അപ്പോൾ ആ വിഷയത്തിനെ പറ്റി ഞാൻ കൂടുതൽ ഇതായിട്ട് പറയാത്തതിൻ്റെ റീസൺ, കർശനമായി ഒരു നിർദ്ദേശം അവിടെ നിന്നുണ്ട്. അബ്യൂസ് ലാംഗ്വേജ് ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് കൃത്യമായി തെളിവുള്ള കാര്യങ്ങളാണെങ്കിൽ തുടർന്നും ചെയ്യാം എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ തുടർന്നും ചെയ്യാം എന്ന് പറയണപ്പോൾ അത് കോടതിയിൽ പെർമിഷൻ തരണമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ എൻ്റെ റൈറ്റ്സ് എന്താണെന്നും ആ റൈറ്റ്സിനെ അവർ മാനിക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അവർ തീരുമാനമെടുക്കുകയും ചെയ്തതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് എന്നെപ്പോലെ തന്നെ കുറേ അധികം യൂട്യൂബേഴ്സിനെ അവർ അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ തന്നെ സന്തോഷിക്കാനുള്ള വകയാണ് കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ശരിക്കുള്ള ഡാറ്റ അത് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. അത് കണ്ടത് പിന്നെ വായിച്ചതുമൊക്കെ വക്കീൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യാനുള്ളൊരു പെർമിഷൻ നമുക്ക് തന്നാൽ മാത്രമേ ഞങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. വിത്ത് എവിഡൻസ് ഞങ്ങൾ അതുകൊണ്ടൊന്ന് പബ്ലിഷ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്താണ് കോടതി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന്. പ്രസ്തുത വിഷയം പേഴ്സണലൈസ് ആക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ തീവ്രമായി ശ്രമിച്ചിരുന്നു. അവരെപ്പറ്റി കൂടുതൽ വ്യക്തമായി പറയുന്നവരെ ഒക്കെ തന്നെ പേഴ്സണൽ ഹറാസ്മെൻറ്റും അറ്റാക്കും ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തരാതരം പോലെ വന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുമായിട്ട് നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ ഒരു ലൈവ് ചെയ്തതിനകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, കണ്ണൻ എന്ന് പറയുന്ന കുട്ടി നടത്തുന്ന നിശാന്ത്, അവൻ്റെ ചാനൽ ദ ഫോർത്ത് ജംഗ്ഷൻ, അവനാണ് ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെ എക്സിക്യൂട്ട് ചെയ്ത് എൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ അരികിലേക്കാണ് കുട്ടികൾ പോയതും. ഞാൻ ആദ്യം ഈ പറയുന്ന രീതിയിൽ ഇവർക്കൊപ്പം നിന്നുകൊണ്ട് ഇവരുടെ അടുത്ത് കാര്യം മനസ്സിലാക്കി ഇത് സോൾവ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. തെറ്റിദ്ധരിച്ചുകൊണ്ടും അല്ല എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട്. പിന്നെ അവരെ പോലെ ഡെയിലി വീഡിയോ ഇട്ടിട്ട് പിന്നെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കങ്ങനെ വെല്ലുവിളിയൊന്നും നടത്തുന്നതിനോട് താല്പര്യമില്ല. കാരണം നമുക്കെതിരെ ഒരു അലിഗേഷൻ വന്നിരിക്കുന്നത് കോടതിയുടെ ഇതിലിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഗമ്പാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടിട്ട് ആവശ്യമല്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ചാടാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റിയൊന്നും മറുപടി പറയാതെ മൗനമായിട്ടിരുന്നത്. അപ്പോൾ മൗനം വിദ്വാനുഭൂഷണം എന്നുള്ളതാണ് ഞാൻ പ്രാവർത്തികമാക്കിയ ഒരു പോളിസി. എനിവേ, അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഞങ്ങളുടെ കയ്യിലിരിക്കുകയും ഞങ്ങൾക്കത് പറയാനുള്ള ആർജവം ഉണ്ടാകുക എന്നിരിക്കലും മറ്റുള്ളവർ പറയുന്ന തോന്നിവാസങ്ങൾക്ക് ആ വില മാത്രം ഞങ്ങൾ കൊടുക്കുന്നു, അതിനെ ഞങ്ങൾ മനഃപൂർവ്വമായി ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ കോടതിയിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി നിശാന്ത് വിവരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറേയധികം പേര് അതിലേക്ക് സെർച്ച് ചെയ്ത് പോകാൻ കുറവുള്ളത് കൊണ്ട് ഞാൻ ആ വീഡിയോ അവനോട് ചോദിച്ചിട്ട് ഞാൻ ഇതിവിടെ ആഡ് ചെയ്യുകയാണ്. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലരൊക്കെ എൻ്റെ വീഡിയോസ് മാത്രമേ കാണൂ, ചിലരെൻ്റെ ലൈവേ കാണുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ കണ്ണൻ അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
പലരും പല ഇടങ്ങളിലിരുന്ന് പല പോക്കൃത്തരങ്ങളും പറയും. അപ്പം ഇതൊന്നും തെളിവില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ ഒക്കെ തന്നെ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയണം, അവിടെയല്ല പോകേണ്ടത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. വേണമെങ്കിൽ ഞാനൊരു Q&A സെക്ഷൻ ഇട്ട് തരാം. നിങ്ങൾ അതിനകത്ത് എന്നോട് ചോദിച്ചാൽ മാത്രം മതി, ഞാൻ പറഞ്ഞു തരാം. വ്യക്തമായി പറഞ്ഞാൽ ധൈര്യസമേതം കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുവെന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നിരിക്കുകയാൽ കോടതി എനിക്ക് തന്നിരിക്കുന്ന പെർമിഷൻ, എനിക്കെന്നല്ല എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന പെർമിഷൻ, സത്യങ്ങൾ പറയാനുള്ള ആർജവം കാണിക്കുകയും ഇനിയും ചെയ്യുകയും ചെയ്യണമെന്ന് തന്നെയാണ്. അതിനകത്ത് മാറരുതെന്നും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇനിയും ഇടപെടണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഉത്തരവിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഇത് ഞാനിവിടെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങളത് കേട്ട് നോക്കുക. ഹലോ, അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് അടൂർ കോടതിയുടെ അടുത്തുനിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. സത്യം പറയുന്ന യൂട്യൂബേഴ്സിന് എല്ലാവർക്കും അനുകൂലമായ ഉത്തരവാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറയുന്ന എല്ലാ യൂട്യൂബേഴ്സിനും അനുകൂലമായിട്ടുള്ള വിധിയാണ് വന്നേക്കുന്നത്. ഇന്നലെ ചില ആൾക്കാർ ചില പോസ്റ്റുകളൊക്കെ ഇട്ടുന്നു. ആ പോസ്റ്റുകളുടെ അടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വടി കൊടുത്ത് അടി വാങ്ങി എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത്. ആ പോസ്റ്റ് ഇട്ട ആൾ ഈ ഉത്തരവൊന്ന് കൈ കിട്ടാൻ നേരത്തെ വായിച്ച് നോക്കുക. ഉത്തരവ് കൈ കിട്ടി നല്ല രീതിയിൽ വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾ ഇന്നലെ ഇട്ടേക്കുന്ന പോസ്റ്റ് ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ തോന്നും. അപ്പോൾ എന്തായാലും അത് ചെയ്യുക. നമുക്ക് ഇനി ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ആരെടുത്തെങ്കിലും വായിച്ച് പറഞ്ഞുതരാൻ പറഞ്ഞാൽ അവർ വായിച്ച് പറഞ്ഞു. അപ്പോൾ ഈ കോടതി ഉത്തരവ് എന്തായാലും നമ്മളെ കയ്യിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കിട്ടിയതിന് ശേഷം മാത്രം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ആ കോടതി ഉത്തരവ് അതേയാണ് വെച്ച് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള നമ്മുടെ അറിവനുസരിച്ച് സത്യം പറയുന്ന യൂട്യൂബേഴ്സിന് അനുകൂലമായിട്ടുള്ള വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അനുകൂലമായിട്ടുള്ള വിധിയാണ് എല്ലാവർക്കും വന്നിരിക്കുന്നത്. എല്ലാ യൂട്യൂബേഴ്സുകാരും കൂടെ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ആരും കേസിലെ പ്രതി ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വന്നേക്കുന്ന ഉത്തരവ് അടൂർ കോടതിയിൽ നിന്നാണ്. വളരെ സ്വാഗതാർഹമായ വിധിയാണ് വന്നേക്കുന്നത്. കേസ് കൊടുക്കാൻ പോയവരുടെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, കാരണം ഈ സാധനം കിട്ടട്ടെ, നമുക്ക് അതിൻ്റെ പറയാം. അപ്പോൾ അതുവരെയുള്ള നമുക്ക് പേരുകൾ എല്ലാം ഒഴിവാക്കി വയ്ക്കുന്നു. ഇന്നലെ പോസ്റ്റ് ഇട്ട ആൾക്കാരുടെയും പേരുകൾ ഞാൻ പെൻഡിങ്ങിൽ വെക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇനി ഉത്തരവിൻ്റെ അകത്തുള്ളതെന്നുള്ളത്. എനിക്കൊന്നും നാളെ മറ്റന്നാളായിട്ട് ഉത്തരവ് കയ്യിൽ അവരുടെയും കിട്ടും നമ്മുടെയും കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് കിടക്കുന്നതായിരിക്കും രസം. എന്തായാലും വീണ്ടും ആവർത്തിക്കുന്നു, സത്യം പറയുന്ന യൂട്യൂബേഴ്സിന് വളരെ സ്വാഗതാർഹമായ വിധിയാണ് വന്നേക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതാണ് നമ്മുടെ ഈ വക്കീലന്മാർ നമ്മൾ പല സ്ഥലത്തുനിന്ന് പ്രകടനം നടത്തും. ഓക്കെ, വക്കീലന്മാർ നമ്മൾ ചിലപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ ഇറക്കാം, പക്ഷേ നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് വക്കീലിനെ ഇറക്കാം. അങ്ങനെ പല സ്ഥലത്ത് നമുക്ക് വക്കീൽമാരെ കൊണ്ടുവരാം. പക്ഷേ വക്കീലന്മാർ എങ്ങനെ പ്രകടനം നടത്തുന്നുള്ളത് ആ കോടതിയിൽ ചെന്ന് കാണണം കേട്ടോ ആൾക്കാർ. അപ്പോൾ നമ്മൾ ചിലപ്പം ഹൈക്കോടതിയിൽ നിന്ന് വക്കീൽ ചീറ്റി പോവാം, നമ്മളെ വക്കീൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ അതേ കണക്ക് നമ്മുടെ വക്കീൽ എന്തായാലും അതായത് ഷെഫീന ചേച്ചിയുടെയും കൺമണിയുടെയൊക്കെ വക്കീലായിട്ടുണ്ടായിരുന്നത് നിഖിൽ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് നിഖിൽ. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ വെച്ചേക്കാം, പുള്ളിയുടെ ചോദിച്ചിട്ട് കേട്ടോ ഫോട്ടോ. ഓക്കെ, അപ്പം നിഖിൽ വക്കീലാണ് നമ്മുടെ വക്കീൽ. അടിപൊളി വക്കീലാണ്, സൂപ്പർ കിടിലുമാണ്. ഓക്കെ, ആരെങ്കിലും വാദം കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയെന്ന് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി എങ്ങനെയാണ് കേസ് കൈകാര്യം ചെയ്യുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പുള്ളി കറക്റ്റാക്കി തന്നു. എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇപ്പം എല്ലാവരും അറിയിക്കാത്ത കുറേ സംഭവങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതെല്ലാം കോടതി വിധിയുടെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ നമ്മൾ കിട്ടിയതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങൾ പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നിർത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുകയാണല്ലേ. ഓക്കെ, നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ നിഖിൽ വക്കീലിന് അഭിനന്ദനങ്ങൾ. ഓക്കെ, വീണ്ടും പറയാൻ നിഖിൽ വക്കീലിന് അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ച നമ്മുടെ വക്കീൽ തന്നെയാണ്. ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് നിന്നതും വക്കീലാണ് കേട്ടോ. ഈ പിള്ളേരുടെ കേസ് വേറെ കേട്ടോ. ഈ ഷെഫീന ചേച്ചിയുടെ കേസും കൺമണിയുടെ കേസായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധമില്ല. പിള്ളേരുടെ കേസോട് യാതൊരു ബന്ധമില്ല. പിള്ളേരുടെ കേസിൽ കുറച്ച് പിള്ളേർക്ക് പൈസ കിട്ടാണ്ടല്ലോ. അപ്പോൾ ആ കേസിൻ്റെ അകത്ത് കൃത്യമായി പിള്ളേർക്ക് അനുകൂലമായിട്ടുള്ള സാധനമാണ് പോലീസുകാർ കൊടുത്തേക്കുന്നത്. ഈ കേസ് ഏത് കേസൊന്നും ഇപ്പോഴും പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ ഊഹിച്ചെടുക്കുന്നവർ ഊഹിച്ചെടുക്കാം, അത് ഞാൻ പറയുന്നില്ല. തൽക്കാലം ഞാൻ അവരുടെ പേരുകൾ ഒഴിവാക്കിയാണ്. എന്തുകൊണ്ട് ഒഴിവാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതി ഉത്തരവ് നമ്മുടെ കയ്യിൽ പൂർണ്ണമായി കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് മുന്നോട്ട് പറയണം എന്നുള്ളത് നമുക്ക് തീരുമാനമാവും. പിന്നെ അത് മാത്രമല്ല, ഈ സത്യം പറയുന്നതിന് കോടതി ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. അതായത് തെറ്റുകളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്രോഡ് തരങ്ങളാണ് നടക്കുന്നത്, അല്ല ഉടായ്പകളാണ് നടക്കുന്നുണ്ടെങ്കിൽ അത് വിളിച്ച് പറയാൻ ഏത് യൂട്യൂബേഴ്സിനായാലും അവകാശമുണ്ട്. അതിൻ്റെ മുകളിൽ ആരും ഏത് കേസ് കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. കോടതി അതെടുത്ത് മാറ്റിക്കത്തുള്ളൂ. കോടതി ആ അഭിപ്രായം പറയുന്നതിന് അനുകൂലമായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. ഇനി ഈ നമ്മൾ ചില കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ തെറിയൊക്കെ പറയും അല്ലേ, വിവരം നമ്മൾ തെറിയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അത് വേണ്ടാന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് സത്യം നമ്മളും എനിക്ക് തോന്നുന്നു തെറി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇന്നാസം ഒരു കേസിൻ്റെ അകത്ത് പോലീസുകാരെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, വീഡിയോ ചെയ്യാൻ നേരത്തെ തെറി ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ വീഡിയോ ചെയ്യാൻ നേരത്തെ മാക്സിമം തെറി ഒഴിവാക്കാറുണ്ട്. കാരണം അവരുടെ അഭിപ്രായം നമ്മൾ മാനിക്കുന്നത് കൊണ്ട് അവരും ഭയങ്കര സ്നേഹത്തിലാണ് പറഞ്ഞത്. പോലീസുകാർ ഞങ്ങൾ പറയുമ്പോൾ പോലീസുകാർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയെന്നല്ല പറഞ്ഞത്. അത് നിങ്ങൾ കണ്ടന്റ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ തെറി ഒഴിവാക്കി കഴിഞ്ഞാൽ, കാരണം കേൾക്കുന്നവർക്ക് ഒരു നല്ല പല രീതിയിലുള്ള ഓഡിയൻസ് ആയിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ആ ഓഡിയൻസിന് നല്ലതായിട്ട് അവരുടെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറി ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ തെറികൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ലൈവൊക്കെ പോകുന്ന തെറി ഇടുന്നവരെ മറ്റേ വിളിക്കാതിരിക്കും നമ്മൾ ഇഷ്ടം കേട്ടോ. പക്ഷേ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഒഴിവാക്കി വിടുക. നിങ്ങൾക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ ഒക്കെ എനേബിൾ ആവാളല്ലേ, ആ വീഡിയോക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആവാളല്ലേ, അങ്ങനെ നിങ്ങൾ മാക്സിമം അതിന് ഒഴിവാക്കി വിടുക. ആ തെറികളെ ഒഴിവാക്കി വിടുക. നിങ്ങൾ എന്നിട്ട് മൈൻഡ് ആക്കരുത് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ചില ആൾക്കാർ മറ്റേ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും കൂടെ പറയുന്നു, വീണ്ടും 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 പറയുന്നു. ഇന്നലെ ചില പോസ്റ്റുകൾ, ഒരാളുടെ പോസ്റ്റ് കുറേ പേര് എനിക്ക് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അയച്ചു തന്ന ആൾക്കാരുടെ അടുത്തെല്ലാം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വടി കൊടുത്ത് അടി വാങ്ങിച്ചു എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.
വടി കൊടുത്ത് അടി വാങ്ങിച്ചു എന്നുള്ളത് മാത്രം പറയുന്നു. അതെന്താണെന്നുള്ളത് കോടതി ഉത്തരവ് കയ്യിൽ കിട്ടാൻ നേരത്തെ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. പൂർണ്ണമായ രൂപം എല്ലാവരുടെയും കയ്യിൽ എത്താൻ നേരത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം വരും എന്താണ് കോടതി ഉത്തരവ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോടതി ഉത്തരവ് എല്ലാവരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യും. ആ വീഡിയോക്കകത്ത് എല്ലാ കാര്യങ്ങളും കാണുക. പിന്നെ വേറെ കുറച്ച് ആൾക്കാർക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതിൻ്റെ എനിക്ക് കുറച്ച് പുതിയ ചില സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ചില ഗവൺമെൻറ് ഓർഡർ. അപ്പോൾ ആ ഗവൺമെൻറ് ഓർഡറൊക്കെ നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് തോന്നുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ അറിയിക്കേണ്ട സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അതിന് മുന്നേ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അല്ല ഒത്തുതീർപ്പ് അല്ലാതെ നമുക്ക് മറ്റേ ഈ ഗവൺമെൻറ് ഓർഡർ മറികടന്ന് ആണ് അവർ പോകാൻ ചില ആൾക്കാർ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അവർ വീഡിയോയിൽ ഒന്നും പറയുന്ന കണക്കായിരിക്കത്തില്ല. വീഡിയോയിൽ വന്നിട്ട് നമ്മൾ കുഞ്ഞാടുകളാണ്, നമ്മൾ അതാണ് മറ്റതാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നൊക്കെയാണ് പറയുന്നത്. ഓട്ടെ നമ്മൾ ഈ പ്രഭാഷണമൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി സ്വാമിമാരും മറ്റേ പള്ളിലച്ചന്മാരും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറയും നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയും. അത് നമുക്ക് ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്കെല്ലാം എല്ലാ മക്കൾക്കും ഉണ്ട് അവകാശങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ജോലി ചെയ്ത ആൾക്കാരില്ലേ, മറ്റേ ജോലിയൊക്കെ ചെയ്ത പിള്ളേർക്ക് ഉണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന പിള്ളേർ ഇപ്പോൾ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ കണ്ടിട്ട് 2 ദിവസം മുന്നേ വീഡിയോസ് വന്നിട്ടുണ്ട്. ഏത് സ്ഥാപനം ഓർക്കുന്നില്ല, കുറേ ഏതൊരു വസ്ത്ര സ്ഥാപനം തന്നെയാണ്. 17 വയസ്സുള്ള കൊച്ചുങ്ങളാണ് ജോലി എടുത്തേക്കുന്നത്. ഈ ഓണക്കാലത്ത് 17 വയസ്സുള്ള കൊച്ചുങ്ങളെ ജോലി എടുത്തേക്കുന്നത്. എന്നിട്ട് അതിന് ശമ്പളം കൊടുത്തില്ല. അതൊരു വലിയ പ്രശ്നമായി. ആ ഷോപ്പിലോട്ട് പോലീസുകാർ കയറി അതിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ട് 17 വയസ്സായ കൊച്ചുങ്ങൾക്ക് കുറച്ച് പേർക്ക് ശമ്പളം കൊടുത്തു. ഇപ്പോഴും അവിടെ 17 വയസ്സായ കൊച്ചുങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് കേസ് വീണ്ടും ആവുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നത്. ബാക്കിയുള്ള കുറേ പേർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് സ്ഥാപനം ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ പേര് ഈ വീഡിയോയിൽ പേരുകളൊന്നും കൊടുത്തിട്ടില്ല. ഈ രണ്ട് ദിവസം ഉണ്ടായതുള്ള വീഡിയോ വന്നിട്ട് അങ്ങനെ ഒരു സ്ഥാപനം. പിന്നെ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ പിള്ളേരെ ജോലി ചെയ്തിട്ട് പൈസ കൊടുക്കാത്ത ഏത് സ്ഥാപനമാണെന്നുണ്ടെങ്കിലും അതിനെതിരെ കേസുകൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് വിളിച്ച് പറയാൻ യൂട്യൂബർമാർ കാണും. സത്യമായിട്ടുള്ള സാധനം വിളിച്ച് പറയാൻ യൂട്യൂബേഴ്സിന് അവകാശമുണ്ട് കേട്ടോ. അതില്ല എന്നുള്ളത് ഒരു കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി അടൂർ കോടതിയുടെ വിധി കൂടെ ഈ ഇന്നലെ പോസ്റ്റ് ഇട്ടവരൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വായിച്ചൊക്കെ നോക്ക്. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ ഇട്ട പോസ്റ്റ് പിൻവലിച്ച് വേറെയൊക്കെ പറയണമെന്ന് തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. മിക്കവാറും ആ പോസ്റ്റ് മറ്റേ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല. കാരണം വിധി എന്താണെന്നുള്ളതിന് കൃത്യമായ ഡീറ്റെയിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ആർക്ക് അനുകൂലമായിട്ടാണ് ഈ വിധി വന്നേക്കുന്നുള്ളത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക, നാടകങ്ങൾ കാണുക, വെയിറ്റ് ചെയ്തിരിക്കുക. ഹേമ കമ്മീഷനൊക്കെ കണ്ടിരിക്കും. ഓക്കെ, അതുവരെ നമുക്ക് എന്ത് ചെയ്യും, ഹേമ കമ്മീഷനൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. പിന്നെ വീട് വാങ്ങിച്ച് തട്ടിപ്പുകൾ നടത്തുന്ന ആൾക്കാർ, ചിലർ വീട് വാങ്ങിക്കും, ചിലർ തട്ടിപ്പുകൾ നടത്തുന്ന സമയത്ത് അതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ തട്ടിപ്പ് നടത്തുന്നവരും എന്ത് ചെയ്യും, പിടിക്കപ്പെടും. പിന്നെ വീട്ടിൻ്റെ അകത്ത് തട്ടിപ്പ് നടത്തുന്നവരും പിടിക്കപ്പെടും. ഓക്കെ, അങ്ങനെ. പിന്നെ ശമ്പളം കൊടുക്കാൻ മറ്റേ ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഏതെങ്കിലും പെൺകുട്ടിയൊക്കെ ആ ശമ്പളം കൊടുക്കാണ്ടതിന് കൊടുക്കാൻ തീർത്തേക്കാം. എന്തിനാണ് വെറുതെ വലിച്ചിട്ട് കൊണ്ട് പോകുന്നത്? അപ്പോൾ അതൊക്കെ ശമ്പളം കൊടുക്കാനുള്ള എല്ലാ സ്ഥാപനങ്ങളും കേട്ടോ. ഞാൻ ഒരു സ്ഥാപനത്തിന് മാത്രം പറയുന്നില്ല, എല്ലാ സ്ഥാപനങ്ങളും അത് കൊടുത്ത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസൊക്കെ അങ്ങ് തീരും. പിന്നെ പിള്ളേർ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും. ബാക്കി ബിസിനസ് ചെയ്യുന്നവരുടെ മുന്നോട്ട് പോകും. ലൈസൻസ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത്. പിന്നെ അങ്ങനെയുള്ള കാര്യം എല്ലാ രീതിയിലുള്ള ലൈസൻസുകൾ എടുത്ത് വയ്ക്കുക. പിന്നെ ടാക്സ് വെട്ടിപ്പ്, GST വെട്ടിപ്പ് ഇതൊക്കെ നടത്താതിരിക്കുക. പിന്നെ പല സ്ഥാപനങ്ങളും ചെയ്യുന്നതായിട്ട് അറിയുന്ന ഒരു രീതിയാണ് ഈ പെൺകുട്ടികൾ, അതായത് വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടികളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് പൈസ വാങ്ങിക്കുക, എന്നിട്ട് ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കേസ് അറിഞ്ഞാണ്, മറ്റേ ഈ കോളേജ് പഠിക്കുന്ന പിള്ളേർ അക്കൗണ്ട് എടുത്ത് കൊടുക്കുന്നു, 10,000 രൂപ അക്കൗണ്ട് വേറെ ആൾക്കാർക്ക് എടുത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ അക്കൗണ്ട് അകത്തോട്ട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നടക്കുന്നു. 5 പിള്ളേർ പോലീസ് വിളിച്ചു പോയി, മഹാരാഷ്ട്ര പോലീസ് ആയിരുന്നു, കേരളത്തിൽ 5 വിളിച്ചു പോയി. അതുകൊണ്ടാണ് ഈ സംഭവം പുറത്തു വന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ രൂപമാണ് പല സ്ഥാപനങ്ങളും നടക്കുന്നത്. ഈ പെൺകുട്ടികളുടെ എല്ലാവരും അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്നു. പിന്നെ അവരെ അതിലേക്ക് ഒരുപാട് പൈസ വരുന്നു, അത് വേറെ രീതിയിൽ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ തന്നെ ബാങ്കുകൾ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ വന്ന ചില പിള്ളേരെ ബാങ്ക് തന്നെ വിളിച്ചിട്ട് വാൺ ചെയ്ത് ഇങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ടത് നിങ്ങളായിരിക്കുമെന്ന് ബാങ്ക് തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ തുടരും. ഏതെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് പിന്മാറും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പിന്മാറാൻ നമ്മൾ തയ്യാറാണെന്നുള്ള കേസ് വന്നു കഴിഞ്ഞാൽ കേസ് നമുക്ക് വിശ്വാസമുണ്ട്. നമ്മൾ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്താണ് സത്യമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് വന്നാലും പിന്മാറേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ പിന്മാറാതെ ഇരുന്ന് കേസിനെ നമ്മൾ നേരിടാൻ നേരത്തെ പറ്റും. നമുക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ വരാതെ നമ്മൾ സന്തോഷിക്കുക. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വന്നേക്കുന്ന ഈ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടല്ലോ, ഈ എല്ലാ യൂട്യൂബേഴ്സിനും ബാധകമാണ് ഈ വിധി. കുറേ ദിവസം കൊണ്ട് ഇതിൻ്റെ ബാക്കിലാണ് എല്ലാവരും. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ വക്കീൽ ഈ കേസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു അനുകൂലമായ വിധിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും പൂർണ്ണമായ ഓർഡർ നമുക്ക് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ശക്തമായി കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കുകയും തുടർന്ന് നിൽക്കുമെന്നുള്ളത് ഇവിടെ ഉറച്ചു പറയുന്നു. തീർച്ചയായിട്ടും അവർക്കൊപ്പം തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. ആ ഒരു കേസിൽ ഞങ്ങൾ അവർക്കൊപ്പം തന്നെയാണ്. കാരണം അവർക്ക് കിട്ടേണ്ട അവരുടെ ന്യായം അതവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ ഈ ഞാൻ തനിച്ചാക്കപ്പെടുകയോ അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജയിക്കാമെന്ന് തോന്നിയവർക്ക് തെറ്റിപ്പോയി. ഞാൻ തനിച്ച് എന്നൊരു പടയ്ക്ക് തുല്യമാണ്. എൻ്റെ ഒപ്പം ഒരു പടയും കൂടെ ഉണ്ടെങ്കിൽ പട 2ആണ്. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ ഞാൻ അഡ്വക്കേറ്റ് നിഖിൽ അസീസിനെയാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നിട്ടുള്ളത്. വളരെ തീവ്രമായി ഈ വിഷയത്തിൻ്റെ ഇത് മനസ്സിലാക്കി ശരിക്കും കൃത്യമായ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഈ വിജയം നേടിത്തന്ന അദ്ദേഹത്തിന് ഞങ്ങൾ നിറഞ്ഞ മനസ്സിൽ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിനെ സമീപിക്കാം. ടാലൻറ്റഡ് അഡ്വക്കേറ്റാണ്. വളരെ സന്തോഷം. ആർക്കും പ്രോബ്ലംസ് ഒന്നുമില്ലാതെ ഇത് കൈകാര്യം ചെയ്ത് ഞങ്ങളെ ഈ രീതിയിൽ കംഫർട്ട് സോണിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദിയുണ്ട്.
അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേളിലുള്ള കടന്നുകയറ്റം ഒരിക്കലും അനുവദിക്കപ്പെടാവുന്നതല്ല. അഭിപ്രായം പറയാത്തവരായി ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫാസിസം എന്നാണ് പറയുന്നത്. ജനാധിപത്യ രാജ്യത്ത് ഫാസിസത്തിന് യാതൊരു വാല്യൂവും ഇല്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ് കോടതി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലിങ്ങുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് തീർച്ചയായിട്ടും. ആൻഡ് ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ പട്ടം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അംഗീകരിക്കുന്നു. യെസ്, ഐ എം ആൻ ഓൺലൈൻ ജേർണലിസ്റ്റ്. താങ്ക് യു സോ മച്ച്. അത് മനസ്സിലാക്കിയതിന് നന്ദിയുണ്ട്. മാത്രവുമല്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഭയമേതും ഇല്ലാതെ ഇടപെടുക എന്നുള്ളത് എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ പൂർവ്വപിതാക്കളിൽ നിന്നൊക്കെ ഞാൻ ശീലിച്ചൊരു കാര്യമാണ്. അപ്പം അതിനകത്ത് നേരിടുന്ന കല്ലെറികളും തോന്നിവാസം പറച്ചിലും ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. ബിക്കോസ് ഇതൊക്കെ പറച്ചിലല്ലാതെ ഇതൊന്നും തെളിയിക്കാനുള്ള ഒരു രേഖയും അവരുടെ കയ്യിലില്ല. അതിൻ്റെ അർത്ഥം ഞാൻ അത്തരത്തിലൊന്നും മോശപ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സ്ത്രീയല്ല എന്നത് ചുരുക്കം. എൻ്റെ കുടുംബത്തിലും എൻ്റെ മക്കളെ പോലും ഉപദ്രവിക്കുന്ന രീതിയിലുള്ള മോശപ്പെട്ട കമൻസും മോശപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും അതിന് നിങ്ങൾക്കറിയില്ല ഞാൻ അതിനകത്തൊക്കെ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുകൾ. പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് പോലീസുകാരെ കൊണ്ടുപോലും നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എല്ലാം ഓവർകം ചെയ്തത് എൻ്റെ ഉള്ളിലുള്ള ആ തൻ്റെ ഇടമുള്ള ആ സ്ത്രീ തന്നെയാണ്. അത് മാത്രവുമല്ല, നിയമപരിജ്ഞാനമാണ്. നിയമം എന്താണെന്ന് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് അത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിരുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ്. അക്കൂടെ അഡ്വക്കേറ്റ് അസീസ്, അദ്ദേഹത്തിന് സത്യം മനഃപൂർവ്വമായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.